ഇന്നത്തെ ക്ലാസ്സിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ജയ് ഭീം, നമോ ബുദ്ധായ്, ജയ് മൂല്യവാസി. ഇത് നമ്മുടെ ബൗദ്ധവും ധമ്മവും എന്ന് പറയുന്ന ആ പരമ്പരയുടെ 11ാമത്തെ ക്ലാസ്സാണ്, സെഷനാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന സെഷൻസിൽ നമ്മൾ ഒരു 7-8 സെഷൻ വരെ നമ്മൾ ധമ്മയുടെ സയൻസ് ആണ് പറഞ്ഞത്. അതായത് അതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കണം, അല്ലെങ്കിൽ ബുദ്ധൻ പഠിപ്പിച്ചു തന്ന ധമ്മയുടെ അതിന്റെ യഥാർത്ഥ മീനിങ് എന്താണ്, അതിനുള്ളിലെ സയൻസ് എന്താണ്, അത് മോഡേൺ സയൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മളത് പഠിപ്പിച്ചത്. അതുപോലെ തന്നെ അതിന്റെ ചരിത്രം, ഈ ബൗദ്ധ ദർശനം എന്നു മുതൽ ഉണ്ടായിരുന്നു, അതിന്റെ തുടക്കം നമ്മുടെ ജനങ്ങൾ ഇന്ത്യയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത് എന്നുള്ള കാര്യം വരെ നമ്മൾ പറഞ്ഞു. പൂർവ്വ ബുദ്ധന്മാരെ പറ്റി, അതായത് ഗൗതമ ബുദ്ധന് മുമ്പ് ഉണ്ടായിരുന്ന ബുദ്ധ ആചാര്യന്മാരെ പറ്റി നമ്മൾ പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തും മനസ്സിൻ്റെ അകത്തും എങ്ങനെയാണ് ഈ നാച്ചുറൽ ലോസ് വർക്ക് ചെയ്യുന്നത്, അതനുസരിച്ച് നമ്മുടെ മനസ്സിനകത്തും ശരീരത്തിനകത്തും ഉണ്ടാകുന്ന കാര്യങ്ങളെ നമ്മൾ എങ്ങനെയാണ് നിരീക്ഷിക്കേണ്ടത് എന്നൊക്കെ ഉള്ളതിന്റെ പൂർണ്ണമായ ഒരു ശാസ്ത്രീയമായ വിശകലനമാണ് നമ്മൾ ആദ്യത്തെ കുറെ ക്ലാസ്സുകളിൽ നമ്മൾ കൊടുത്തത്. അപ്പൊ അതിനകത്ത് നമ്മൾ എങ്ങനെ നിരീക്ഷിക്കണം, ആ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മളെ പറ്റി അറിയുന്നത്, നമ്മുടെ യഥാർത്ഥ പ്രകൃതം, നമ്മുടെ ട്രൂ നേച്ചർ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്, എന്തൊക്കെയാണ് കണ്ടെത്തുന്നത്, അപ്പൊ നമ്മളെ പറ്റിയുള്ള നമ്മളുടെ ധാരണകൾ എങ്ങനെയൊക്കെയാണ് മാറുന്നത് എന്നൊക്കെ ഉള്ളതൊക്കെ പൂർണ്ണമായിട്ടും നമ്മൾ ആദ്യത്തെ 7 ക്ലാസ്സുകളിൽ പറഞ്ഞു. പിന്നീട് ഉണ്ടായിരുന്ന ക്ലാസ്സുകളിൽ ഈ ബൗദ്ധ ദർശനം ഇന്ത്യയിൽ നിന്ന് എങ്ങനെയാണ് അപ്രത്യക്ഷമായത്, അത് സ്വാഭാവികമായി അപ്രത്യക്ഷമായതല്ല. കാരണം ബൗദ്ധ ദർശനങ്ങൾ എത്തിപ്പെട്ട മറ്റ് രാജ്യങ്ങളിൽ അത് ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇന്ത്യയിൽ അത് ആസൂത്രിതമായിട്ടാണ് അതിനെ ഇല്ലാതാക്കിയത്. അതിന് 2 വശങ്ങളുണ്ട്. ഒന്ന്, അതിന്റെ ഭൗതികമായ അതിന്റെ ഭാഗങ്ങളുണ്ട്, അതിന്റെ സ്ഥാപനങ്ങൾ, അതിന്റെ പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടത് എങ്ങനെ, അതുപോലെ അതിന്റെ ആശയങ്ങളെ എങ്ങനെ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റി മനുഷ്യർക്ക് അത് ആ ദർശനം അറിയാതായി, അല്ലെങ്കിൽ അവരതിനെപ്പറ്റി പൂർണ്ണമായും അജ്ഞരായി മാറിയത് എങ്ങനെയാണ്, അതിനെന്തൊക്കെ മാർഗങ്ങളാണ് ഉപയോഗിച്ചത് എന്ന് തുടങ്ങിയിട്ടുള്ള അതിന്റെ ചരിത്രവും അതിനെ എങ്ങനെ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതിന്റെ പൂർണ്ണമായ ഒരു വിശദീകരണമാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ നടത്തിയത്. അപ്പൊ ഈ ക്ലാസ് മുതൽ നമ്മൾ ആ ദർശനത്തിനെ യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലായിട്ട് ഇനി ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇതുവരെ അതിന്റെ തിയറി പറഞ്ഞു, അതിന്റെ സയൻസും തിയറി എല്ലാം പറഞ്ഞു, അതിന്റെ ഹിസ്റ്ററി മുഴുവൻ പറഞ്ഞു. അതിനുശേഷം ഇനി അതിന്റെ പ്രാക്ടിക്കലാണ്. അപ്പൊ ആ പ്രാക്ടിക്കല് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒരു ചെറിയ, ഇപ്പൊ ഇതുവരെ പറഞ്ഞിരുന്ന ആദ്യത്തെ 6-7 ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്ന അതിന്റെ സയൻസിന്റെ അകത്ത് പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളെ നമ്മൾ ഇനി പ്രത്യേകമായി എടുത്ത് നമ്മൾ ഇനി അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. മറ്റേ നമ്മൾ ഒരു പൂർണ്ണമായ ഒരു ശാസ്ത്രത്തിന്റെ അതിന്റെ ഒരു പൂർണ്ണ വിശകലനമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അതിനകത്തുനിന്ന് ഓരോ ടോപ്പിക്കായിട്ട് നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിനെപ്പറ്റി ഒരു ടോക്ക് കൊടുത്തിട്ട് ആ ടോക്കിന് ശേഷം നമ്മൾ നമ്മുടെ പ്രാക്ടിക്കലിലേക്ക് നമ്മൾ കയറും. അപ്പൊ ഏറെക്കുറെ ഒരു മണിക്കൂർ, ഒരു 1.5 മണിക്കൂറത്തേക്കുള്ള ഒരു ദൈർഘ്യം ഉണ്ടാവും. അവസാനത്തെ ഒരു അരമണിക്കൂറായിരിക്കും നമ്മൾ നമ്മുടെ പ്രാക്ടിക്കൽ നമ്മൾ ഉപയോഗിക്കുന്ന. ആദ്യത്തെ 1 മണിക്കൂറോളം നമ്മുടെ ടോക്കായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ സബ്ജക്റ്റ് ആക്കി എടുത്തിരിക്കുന്നത് അരിയ സത്യങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളാണ്. അരിയ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ദ നോബിൾ, ശ്രേഷ്ഠമായത്, അല്ലെങ്കിൽ ഉന്നതമായത്, അമൂല്യമായത് എന്നൊക്കെയുള്ള അർത്ഥമാണ്. നമ്മൾ വിലമതിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് അതിനെ നമ്മൾ അരിയ എന്ന് പറയുന്നത്. അത് പാലി ഭാഷയിലെ വാക്കാണ് അരിയ. അപ്പൊ അരിയ സത്യങ്ങൾ അല്ലെങ്കിൽ അരിയ സച്ച എന്നാണ് പാലിയിൽ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും നമ്മൾ മതങ്ങളെയെല്ലാം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ മനുഷ്യൻ മതങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടാണ്.
യഥാർത്ഥ മതങ്ങൾ. ആ മതങ്ങൾ ഉണ്ടാക്കിയെടുത്തതൊക്കെ ഒരു ദൈവവിശ്വാസം അതിനകത്ത് എല്ലാത്തിനകത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ ബൗദ്ധ ദർശനത്തിനെ ആ പട്ടികയിൽ പെടുത്താൻ പറ്റത്തില്ല. കാര്യം ഇതിനകത്തൊരു ദൈവീക അംശം ഇതിനകത്ത് നമ്മൾ കാണുന്നില്ല. ഇതിനകത്ത് പ്രപഞ്ചത്തിനെയും പ്രപഞ്ചത്തിന്റെ നിയമങ്ങളെയാണ് കാണുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചവും അതിന്റെ നിയമങ്ങളും. അപ്പൊ മറ്റ് മതങ്ങളിൽ ചെയ്യുന്നത് എന്താണ്, ഇത് ചെയ്യുന്നത് എന്താണെന്നുള്ളൊരു വ്യത്യാസം പെട്ടെന്നൊന്ന് പറയാം. മറ്റ് മതങ്ങൾക്ക് ഈ പർപ്പസ് എന്താണെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സ് ഉള്ളിടത്തോളം കാലം ആ മനസ്സിനകത്ത് അസ്വസ്ഥത എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായേ തീരൂ. അത് പല സമയത്തും പല രീതിയിലാണ് നമ്മളെ ബാധിക്കുന്നത്. ചിലപ്പോ ഭയമായിട്ട് ബാധിക്കും, ചിലപ്പോ ഉത്കണ്ഠയായിട്ട് ബാധിക്കും, ചിലപ്പോ സ്ട്രെസ്സാവും, ചിലപ്പോ ടെൻഷനാവും, ചിലപ്പോ ഡിപ്രഷനാവും. അങ്ങനെ പല രീതിയിലാണ് ഈ പറയുന്ന അസ്വസ്ഥതകൾ നമ്മളെ ബാധിക്കുന്നത്. അതുപോലെ തന്നെ ചില സമയത്ത് നമ്മൾ സമമായിട്ട് സമാധാനമായിട്ടിരിക്കുന്ന ഒരു മനസ്സ് പെട്ടെന്ന് എക്സൈറ്റഡ് ആവുകയും അത്ഭുതം വരികയും സന്തോഷം വരികയും അമിതാഹ്ലാദം വരികയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ സമമായിട്ടിരിക്കുന്ന ഒരു മനസ്സ് രണ്ട് രീതിയിലേക്ക് കുതിച്ച് ചാടാറുണ്ട്. ഒന്ന് സന്തോഷത്തിന്റെ ഒരു സൈഡിലേക്കും ചാടാറുണ്ട്, അല്ലെ ഇഷ്ടങ്ങളുടെയും സന്തോഷത്തിന്റെ സൈഡിലേക്ക് ചാടാറുണ്ട്. തിരിച്ച് സങ്കടത്തിന്റെയും ഭയത്തിന്റെയും ഉത്കണ്ഠയുടെ സൈഡിലേക്കും ചാടി പോകാറുണ്ട്. ഇത് രണ്ടും ഇല്ലാത്തൊരു അവസ്ഥയാണ് നമ്മൾ ഈ സമമായ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ മനസ്സിന് എപ്പോഴും സമമായിട്ടിരിക്കാൻ പറ്റില്ല, അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സ് എപ്പോഴും അവനൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത് സന്തോഷം വരുമ്പോൾ നമ്മൾ അറിയത്തില്ല, എങ്കിലും സങ്കടത്തിന്റെ സൈഡിലേക്ക് ചെരിയുമ്പോൾ അതിലേക്ക് മാറുമ്പോൾ നമുക്കത് വിഷമമായിട്ട് വരും. അങ്ങനെ വിഷമങ്ങൾ വരുമ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ മനുഷ്യൻ ശ്രമിക്കും എപ്പോഴും. അങ്ങനെ മനുഷ്യൻ ആ പരിഹാരം കാണാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവൻ ഉണ്ടാവുന്നത് എന്ന് അവൻ ആലോചിക്കുമ്പം അവന് പലപ്പോഴും അതിന്റെ പൂർണ്ണമായ അതിന്റെ കാരണത്തിലേക്ക് അല്ലെങ്കിൽ യഥാർത്ഥ കാരണത്തിലേക്ക് അവൻ പലപ്പോഴും എത്താറില്ല. പലപ്പോഴും അവൻ മുമ്പിൽ കാണുന്ന വസ്തുക്കളോ സാഹചര്യങ്ങളോ ആളുകളോ സ്ഥലങ്ങളോ സന്ദർഭങ്ങളോ ഒക്കെ ആയിരിക്കും അതിന് കാരണമെന്നാണ് സാധാരണഗതിയിൽ മനുഷ്യൻ കരുതുന്നത്. ഒരു വാർത്ത കേട്ടു, അല്ലെങ്കിൽ ഞാനൊരു കാഴ്ച കണ്ടു, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഗന്ധം ശ്വസിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കേട്ടു, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും രുചിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചിന്തിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെയാണ് അവൻ സാധാരണഗതിയിൽ അതിന്റെ കാരണങ്ങളായിട്ട് കണക്കാക്കുന്നത്. ഞാൻ അത് കേട്ടത് കൊണ്ടാണ് ഞാൻ വിഷമിച്ചത്, അല്ലെങ്കിൽ ഞാൻ അത് കണ്ടത് കൊണ്ടാണ് ഞാൻ വിഷമിച്ചത്, അല്ലെന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടാണ് ഞാൻ വിഷമിച്ചത്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു അടി അല്ലെങ്കിൽ ഒരു സ്പർശനം, ഒരു വല്ലാത്തൊരു ഒരു വേദന എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ വിഷമിച്ചത്. ഇങ്ങനെയാണ് അവൻ സാധാരണഗതിയിൽ കാര്യങ്ങളെ കാണുന്നതും മനസ്സിലാക്കുന്നതും. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഇനിമേൽ വരാതിരിക്കാൻ അല്ലെങ്കിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാതെയാവാൻ ആരെങ്കിലും സഹായിക്കണം. അതിനാരാണ്? അതിന് ഒരു അതീതമായ ഒരു ശക്തി, നമ്മളിൽ അതീതമായ ഒരു ശക്തിയെ, ആ ശക്തിക്ക് ഇതിനെയെല്ലാം മാറ്റാനും എനിക്ക് വരുന്ന സാഹചര്യങ്ങളെല്ലാം അനുകൂലമായ സാഹചര്യങ്ങളും ആക്കിയെടുത്താൽ എനിക്ക് വിഷമങ്ങൾ ഉണ്ടാവാതിരിക്കും എന്ന ഒരു നിഗമനത്തിലേക്ക് അവൻ എത്തുന്നു. അങ്ങനെ ആ നിഗമനത്തിന്റെ പുറത്ത് ഇതുപോലൊരു ശക്തി ഉണ്ടെന്നും ആ ശക്തിയെ ഞാൻ ആരാധിക്കാമെന്നും ആ ശക്തിയോട് പറയാമെന്നും ആ ശക്തിയോട് ഞാൻ അപേക്ഷിക്കാമെന്നും ആ ശക്തിയെ പ്രീതിപ്പെടുത്താമെന്നും ആ ശക്തിയെ പ്രീതിപ്പെടുത്താൽ എനിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരും എന്ന് അവൻ കരുതുകയാണ്. അങ്ങനെയാണ് ഈ മനുഷ്യന്റെ മനസ്സിന്റെ അസ്വസ്ഥതകളെ അവൻ ഹാൻഡിൽ ചെയ്യുന്നത്, സാധാരണഗതിയിൽ ഡീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഓരോ ദൈവസങ്കല്പങ്ങൾ അവൻ ഉണ്ടാക്കും. സങ്കല്പങ്ങളാണ്. ആ സങ്കല്പങ്ങൾ ഉണ്ടാക്കി അതിൻ്റെതായ രീതിയിൽ പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള ചടങ്ങുകൾ ഉണ്ടാവുന്നു, അതിനു വേണ്ടിയുള്ള പുരോഹിതവർഗം ഉണ്ടാവുന്നു, പിന്നെ അതൊരു ഒരു ചൂഷണ ഉപാധിയായി മാറുന്നു. അങ്ങനെയാണ് മതങ്ങൾ ദൂഷിക്കുന്നത്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവ സങ്കല്പം അല്ലാതെ മറ്റൊരു ഓപ്ഷൻ അവന്റെ മുമ്പിൽ കാണുന്നില്ല സാധാരണഗതിയിൽ. അപ്പോ ബൗദ്ധ ദർശനം ഇതിന്റെ ടോട്ടലി വേറൊരു ആംഗിളിലാണ് ഈ പ്രശ്നത്തെ സമീപിക്കുന്നത്. അത് സമീപിക്കുന്നത് പ്രപഞ്ചത്തിന്റെ നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്തൊക്കെയാണ് പ്രപഞ്ചത്തിന്റെ പ്രധാനപ്പെട്ട നിയമങ്ങൾ? എന്തൊക്കെയാണ്?
എന്തുണ്ടാവണമെങ്കിലും ഒരു കാരണമുണ്ടാവും. അതിന് മുന്നോടിയായിട്ടൊരു കാരണമുണ്ടാവും. ആ കാരണങ്ങൾ ഇല്ലാതെ അല്ലെങ്കിൽ കാരണമില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കുന്നത് മോഡേൺ സയൻസിൽ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷനുമായിട്ട് മനസ്സിലാക്കിയിട്ടാണ്. അതായത് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അത് പറയുന്നത്. അതിനാണ് ഇനേർഷ്യ എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഒരു വസ്തു നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. അതല്ല, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ അത് ചലിച്ചുകൊണ്ടേയിരിക്കും. അതിനെ മാറ്റാൻ എന്തെങ്കിലും ഒരു ശക്തി, ഒരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്തില്ല എങ്കിൽ, അപ്പോ ഒരു കാരണം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു വസ്തുവിന്റെ അതിന്റെ അത് ചലിക്കണമോ വേണ്ടയോ എന്ന് പോലും തീരുമാനിക്കപ്പെടുന്നത്. അപ്പം എന്ത് സംഭവിക്കണമെങ്കിലും അതിന് തൊട്ട് മുമ്പ് ഒരു കണ്ടീഷൻ ഉണ്ടാവണം. ആ കണ്ടീഷൻ ഉണ്ടാവുന്നത് കൊണ്ട് മാത്രമാണ് അടുത്ത നിമിഷത്തെ കണ്ടീഷൻ ഉണ്ടാവുന്നത്. ആ രണ്ടാമത്തെ കണ്ടീഷൻ അതിനുശേഷം വരുന്നതിന്റെ കാരണങ്ങളായി മാറും. അങ്ങനെ കാര്യകാരണമായിട്ടുള്ള ഒരു കണക്ട് ചെയ്തിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാം സംഭവിക്കുന്നത്. ഇതാണ് പ്രപഞ്ചത്തിന്റെ ഒരു ഒന്നാമത്തെ അടിസ്ഥാന നിയമം. രണ്ടാമത്തെ അടിസ്ഥാന നിയമം, ഒന്നും നമുക്ക് പുതുതായിട്ട് സൃഷ്ടിക്കാൻ സാധിക്കില്ല. ഒരാറ്റം പോലും, ഒരു കണിക പോലും നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കില്ല. അതാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നിനെയും സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നത്. ശൂന്യതയിൽ നിന്ന് നമുക്ക് ഒന്നിനെ സൃഷ്ടിക്കാൻ സാധിക്കില്ല. എന്തെങ്കിലും നേരത്തെ ഉള്ളതിനെ മാത്രമേ നമുക്ക് അതിന്റെ രൂപമോ ഭാവമോ മാറ്റിയെടുക്കാൻ പറ്റൂ. ഒരു ആറ്റത്തിനെ പോലും നമുക്ക് പുതുതായിട്ട് സൃഷ്ടിക്കാൻ സാധിക്കില്ല. ആ ആറ്റത്തിന്റെ സ്വഭാവം നമുക്ക് മാറ്റാം. ഒരു കെമിക്കൽ റിയാക്ഷൻ കൊണ്ടുവന്ന് നമുക്ക് അതിനെ വേണമെങ്കിൽ അതിനെ മറ്റൊരു ഇതായി മാറ്റാം, ഒരു മൂലകമായി മാറ്റാം, അല്ലെങ്കിൽ മറ്റൊരു കോമ്പൗണ്ടായി മാറ്റാം. ഇതൊക്കെ നമ്മൾ കെമിസ്ട്രി പഠിക്കുന്ന കാര്യമാണ്. നമുക്കൊരു വസ്തുവിനെ നമുക്ക് തീ പിടിപ്പിച്ച് കരിച്ചാൽ പോലും അത് കാർബണായി മാറും എന്നുള്ളതല്ലാതെ ആ ഒരു ആറ്റം അവിടെ നിന്ന് ഇല്ലാതാവുന്നില്ല. അതുപോലെ പുതുതായിട്ടൊരു ആറ്റത്തിന് നമുക്ക് സൃഷ്ടിക്കാനും സാധിക്കില്ല. അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഐൻസ്റ്റൈന്റെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നുള്ളതിനകത്ത്. അതായത് നമുക്ക് ഊർജത്തിനെ വേണമെങ്കിൽ പദാർത്ഥമാക്കാം, പദാർത്ഥത്തിനെ വേണമെങ്കിൽ ഊർജമാക്കാം. പക്ഷെ ഊർജത്തിനെയോ പദാർത്ഥത്തിനോ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. മൂന്നാമത്, ഒരു ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്ന ആറ്റം, അത് നിശ്ചലാവസ്ഥയിലുള്ള ഒന്നല്ല, അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ആറ്റങ്ങളെല്ലാം ഡെഡ് ആയിട്ട് നിശ്ചലാവസ്ഥയിലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം പൂർണ്ണമായിട്ടും നിശ്ചലാവസ്ഥയിലായിരുന്നേനെ. ഓരോ മാറ്റവും, ഓരോ കണികയും എപ്പോഴും ഡൈനമിക്കാണ്, അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം തന്നെ ചലിക്കുന്നത്. എല്ലാം സംഭവിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ്. വസ്തുക്കൾ ചൂടാവുന്നത്, ജലം ബാഷ്പീകരിക്കുന്നത്, മഴയുണ്ടാവുന്നത്, തീയുണ്ടാവുന്നത്, മനുഷ്യന്റെ ശരീരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നത്, വസ്തുക്കൾ അല്ലെങ്കിൽ ജീവജാലങ്ങൾ വളരുന്നത്, നശിക്കുന്നത്, പിന്നീട് ഡീകമ്പോസ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി. അതെല്ലാം ഈ ആറ്റം എന്ന് പറയുന്ന ഏറ്റവും ചെറിയ കണിക നിശ്ചലാവസ്ഥയിലുള്ളതല്ല, ഡൈനാമിക് ആയതുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രപഞ്ച നിയമം. നാലാമത്തെ നിയമം എന്താണ്? ശരിയായ സാഹചര്യങ്ങൾ, ശരിയായ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ശരിയായ റിയാക്ഷൻ അവിടെ ഉണ്ടാവും. ആ കണ്ടീഷൻസ് മാറുമ്പോൾ ഈ റിയാക്ഷനും മാറും. ഇപ്പൊ നമ്മുടെ ശരീരത്താണെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിലെ ചേരുവകൾ, രക്തത്തിന്റെ ചേരുവകൾ ശരിയായ അവസ്ഥയിലാണെങ്കിൽ നമ്മുടെ തലയ്ക്കകത്ത് ഉണ്ടാവുന്ന ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ബോധം എന്ന് പറയുന്ന ഊർജ ഉൽപാദനത്തിൽ ഒരു സർട്ടൻ രീതിയിലുള്ള ഊർജോൽപാദനമായിരിക്കും. അതിനകത്തേക്ക് നമ്മൾ ഒരു പോയിസൺ കുത്തിവെച്ചാലോ അല്ലെങ്കിൽ നമ്മൾ ആൽക്കഹോൾ കഴിച്ചാലോ നമ്മുടെ ശരീര ബ്ലഡിന്റെ കോമ്പോസിഷൻ മാറുന്നു, ഊർജോൽപാദനം മാറുന്നു, നമ്മുടെ ബോധം മാറുന്നു. നമ്മുടെ ആഹാരത്തിനകത്ത് നമ്മൾ അതിന്റെ ചേരുവകൾ മാറ്റുമ്പോൾ രുചി മാറുന്നു. ഒരു തീ കത്തണമെങ്കിൽ അതിന് വേണ്ടുന്ന ചേരുവകൾ കൃത്യമായ അളവിൽ കിട്ടിക്കഴിയുമ്പോൾ മാത്രമാണ് തീ എന്ന് പറയുന്ന പ്രതിഭാസം അവിടെ ഉണ്ടാകുന്നത്. അതിന്റെ ഏതെങ്കിലും ഒരു ചേരുവ ഇല്ലാതായി കഴിയുമ്പോൾ, ഓക്സിജൻ ഇല്ലാതാവുമ്പോഴോ ചൂടില്ലാതാവുമ്പോഴോ കത്താനുള്ള വസ്തു ഇല്ലാതാവുമ്പോഴോ തീ എന്ന് പറയുന്ന പ്രതിഭാസം അവിടെ ഇല്ലാതെയാകുക. അപ്പൊ ശരിയായ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ശരിയായ പ്രതിഭാസം, ശരിയായ മാനിഫെസ്റ്റേഷൻ ഉണ്ടാവും. കണ്ടീഷൻസ് മാറുമ്പോൾ മാനിഫെസ്റ്റേഷൻ മാറും. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനകത്ത് കൂത്താടി ഉണ്ടാകുന്നു. ആ വെള്ളം
മാറ്റി അതിനകത്തേക്ക് നമ്മൾ എന്തെങ്കിലും കീടനാശിനി ഒഴിച്ചു കഴിഞ്ഞാൽ കൂത്താടികൾ ഇല്ലാതാവുന്നു, അതിന് ജീവിക്കാൻ പറ്റാതാവുന്നു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ പ്രപഞ്ചത്തിൽ എന്ത് സംഭവം ഉണ്ടാവണമെങ്കിലോ അതിന് യഥാർത്ഥ കണ്ടീഷൻസ് വരുമ്പോൾ യഥാർത്ഥ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകുന്നു. വസ്തുക്കൾ ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ചെയ്യുമ്പോൾ അതിനകത്ത് ബാക്ടീരിയ ഉണ്ടാവാനുള്ള കണ്ടീഷൻ ഉണ്ടാവുന്നതുകൊണ്ട് ബാക്ടീരിയ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ പ്രപഞ്ചത്തില് റൈറ്റ് കണ്ടീഷൻസ് വരുമ്പോൾ റൈറ്റ് മാനിഫെസ്റ്റേഷൻസ് വരുന്നു. കണ്ടീഷൻസ് മാറുമ്പോൾ അതിനകത്ത് ഉണ്ടാവുന്ന റിസൾട്ട് ആയിട്ടുള്ള റിയാക്ഷൻ അല്ലെങ്കിൽ പ്രതിഭാസവും മാറും. ഇതാണ് 4 പ്രധാനപ്പെട്ട പ്രപഞ്ച നിയമങ്ങൾ. ഇതിനെയാണ് ധമ്മ എന്ന് പറയുന്നത്. ഈ ധമ്മങ്ങൾ, അതായത് പ്രപഞ്ചത്തിന്റെ സ്വഭാവം, വെള്ളത്തിന്റെ സ്വഭാവം എന്താണ്? വെള്ളത്തിന്റെ ധമ്മം എന്ന് പറയുന്നത് ഏത് പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാലും അതിന്റെ രൂപം എടുക്കുക, അതിനകത്തെല്ലാം ലയിപ്പിക്കുക, അതിന് നിറമോ മണമോ ഗുണമോ ഇല്ല. ഇതൊക്കെയാണ് അതിന്റെ സ്വഭാവങ്ങൾ. അത് ഐസ് ആകുമ്പോഴോ അത് തണുക്കുക, ചുറ്റുമുള്ളതിനെ തണുപ്പിക്കുക. ഇനി തീയാണെങ്കിലോ, തീയാണെങ്കിൽ തീയുടെ ധമ്മം, തീയുടെ സ്വഭാവം, തീയുടെ നേച്ചർ, തീയുടെ പ്രകൃതം, അത് സ്വയം കത്തുക, മറ്റുള്ളതിനെ കത്തിക്കുക, എരിക്കുക, ചൂട് പകരുക. അപ്പൊ ധമ്മ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്: പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ, പ്രപഞ്ചത്തിന്റെ സ്വഭാവം, പ്രപഞ്ചത്തിന്റെ ട്രൂ നേച്ചർ. ഇങ്ങനെയാണ് പ്രപഞ്ചം വർക്ക് ചെയ്യുന്നത്. നമ്മൾ എന്ന് പറയുന്ന ഈ വ്യക്തിയും ഈ ശരീരവും ഈ മനസ്സും ഈ പ്രപഞ്ചത്തിന്റെ തന്നെ അകത്തുള്ള ഒരു ഭാഗമാണ്, ഒരു പാർട്ടാണ്. അതുകൊണ്ട് തന്നെ മനസ്സിനകത്ത് അസ്വസ്ഥത ഉണ്ടാകുകയാണെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും. കാരണമില്ലാതെ അസ്വസ്ഥത ഉണ്ടാവുന്നില്ല. ഇതാണ് നമ്മള് ബൗദ്ധ ദർശനക്കാര് പോകുന്ന ഒരു റൂട്ട് വേറെയാണ്. അവരേതെങ്കിലും ഒരു പ്രകൃതിയുടെ അതീതമായ ശക്തിയെയോ പൂജിക്കാനുള്ള ഏതെങ്കിലും ഒരു ബിംബത്തെയോ ആരാധനാമൂർത്തിയെയോ സമീപിച്ചിട്ടല്ല ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യുന്നത്. മറിച്ച് പ്രപഞ്ചത്തിന്റെ നിയമങ്ങളെയാണ് നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോ അസ്വസ്ഥത ഉണ്ടാവണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായേ തീരൂ. കാരണം വിത്തൗട്ട് എ കോസ് നത്തിങ് ഹാപ്പൻസ്. ഒരു കാരണമില്ലാതെ ഒന്നും പ്രപഞ്ചത്തിൽ ഉണ്ടാവുന്നില്ല, സംഭവിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ കാരണം എന്താണ്? അതാണ് അടുത്ത അന്വേഷണം. എങ്ങനെയാണ് നമുക്ക് വികാരങ്ങൾ ഉണ്ടാവുന്ന, അസ്വസ്ഥത ഉണ്ടാവുന്നത്? അത് നമ്മൾ എവിടെയാണ് ഇത് കാരണം പരിശോധിക്കേണ്ടത്? എവിടെയാണ്? പുറത്തെങ്ങും അല്ല പരിശോധിക്കേണ്ടത്, നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ പരീക്ഷിക്കുക, അത് നോക്കേണ്ടതും അത് നിരീക്ഷിക്കേണ്ടതും അത് എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്യുന്നതെന്നും നമ്മൾ നോക്കേണ്ടത് ഉള്ളിലോട്ടാണ്. അപ്പോ മൊത്തത്തിൽ ഇതിന്റെ ഇവിടെ ഫോക്കസ് മാറി. മറ്റു മതങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോൾ ബൗദ്ധര് ഉള്ളിലേക്കാണ് നോക്കുന്നത്. ഇത് അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം. മറ്റു മതങ്ങൾ സൊല്യൂഷന് വേണ്ടി പുറത്തേക്ക് നോക്കുമ്പോൾ ബൗദ്ധര് സൊല്യൂഷന് വേണ്ടി ഉള്ളിലേക്കാണ് നോക്കുന്നത്. മറ്റു മതങ്ങൾ ഏതെങ്കിലും ഒരു അതീന്ദ്രിയ ശക്തിയെയോ അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ ഒരു സങ്കല്പത്തിന്റെ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിന്റെ നിയമം നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആണ് നമ്മുടെ അപ്രോച്ച്, ബൗദ്ധരുടെ അപ്രോച്ച്. അത് കൂടുതലും ശാസ്ത്രീയമാണ്. എങ്ങനെയാണ് ഒരു ഡോക്ടർ ഒരു രോഗിയെ പരിശോധിക്കുന്നത്? എങ്ങനെയാണ്? ആദ്യം ഉണ്ടോ എന്ന് ആദ്യമേ ഡോക്ടർ പരിശോധിക്കുന്നു. ഇപ്പൊ രോഗി പറയുന്നത് എനിക്ക് ഇന്ന അസുഖമാണെന്ന് പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യം ഡോക്ടർ തന്നെ ഒന്ന് നോക്കുകയാണ്, നമ്മളെ പരിശോധിച്ച് നോക്കുകയാണ്. പരിശോധിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ പറഞ്ഞ അസുഖമല്ല, ഇത് മറ്റൊരു അസുഖമാണ് എന്ന് ചിലപ്പോൾ ഡോക്ടർമാർ പറയാറുണ്ട്. കാര്യം അവരത് കൃത്യമായിട്ട് പരിശോധിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നു, ഓക്കെ, നിങ്ങൾക്ക് ഇന്ന അസുഖമുണ്ട്, നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. പിന്നെ അവർ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്നലെ എന്താണ് കഴിച്ചത്? നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ സാധാരണഗതിയിൽ വിരുദ്ധമായി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അസുഖമുള്ള മറ്റാരെങ്കിലുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിനകത്ത് എന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ടോ? നമ്മൾ വെള്ളം കുടിച്ചത് ശരിയായിരുന്നോ? നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ പ്രോപ്പറായിട്ട്? ഇതെല്ലാം പല രീതിയിൽ അവർ ചോദിക്കുകയും ഡയഗ്നൈസ് ചെയ്യുകയും മനസ്സിലാക്കി, ഇനി അഥവാ പറ്റിയില്ലെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കും. അത് എന്തിനാണ്? കാരണം എന്തെന്ന് പറയാൻ മനസ്സിലാക്കാൻ. അപ്പൊ പ്രശ്നമുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുന്നു, അത് അംഗീകരിക്കുന്നു. യെസ്, there is a problem. അതിനുശേഷം അത് എന്താണ് പ്രോബ്ലം, എന്താണ് അതിന്റെ കോസ്, എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കാനായിട്ട് പരിശോധിച്ചിട്ട് അതിന്റെ കാരണം കണ്ടുപിടിക്കുന്നു. മൂന്നാമത്തേത്
ഇങ്ങനെ കാരണം കണ്ടുപിടിച്ചു കഴിയുമ്പോൾ അത് പരിഹരിക്കാൻ പറ്റുന്നതാണോ അല്ലയോ, അതിന് ചികിത്സയുണ്ടോ ഇല്ലയോ, അതിന് ചികിത്സ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഇത് വളരെ അപൂർവമായ ഒരു രോഗമാണോ അല്ലയോ, ഇതിന് നമ്മുടെ വലിയ ചികിത്സയുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നു. ചികിത്സയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ചികിത്സയുണ്ട്, യെസ്, ഇതിനെ പരിഹരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ എന്താണ് അടുത്ത ചികിത്സ, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നു. ഇത് വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ആദ്യം പ്രോബ്ലം, അതിന്റെ കാരണം, അത് പരിഹരിക്കാൻ പറ്റുമോ ഇല്ലയോ, പിന്നെ അത് എങ്ങനെ പരിഹരിക്കാം, എങ്ങനെയാണ് അതിനുള്ള മാർഗം. ഇത് തന്നെയാണ് ബൗദ്ധരും അപ്രോച്ച് ചെയ്യുന്ന അതേ അപ്രോച്ച്. മനുഷ്യന്റെ മനസ്സിന്റെ ദുഃഖം അതൊരു സത്യമാണ്, യെസ്, അതൊരു സത്യമാണ്, അതൊരു അരിയ സച്ചയാണ്, അല്ലെങ്കിൽ അരിയ സത്യങ്ങളിൽ ആദ്യത്തേതാണ്. ദുഃഖം എന്ന് പറയുന്നത് മനുഷ്യനുണ്ട്. മനസ്സിന്റെ അസ്വസ്ഥത എന്ന് പറയുന്നത്, അതായത് സുഖകരമല്ലാത്തത് എന്തും ദുഃഖ എന്നുള്ള വാക്കുകൊണ്ടാണ് പാലിയിൽ പറയുന്നത്. അതൊരു അതൃപ്തി ആയാൽ പോലും അതിനെ ദുഃഖ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ എപ്പോഴും കരഞ്ഞ സങ്കടം വരുന്നതിന് മാത്രമല്ല ദുഃഖ എന്ന് പറയുന്നത്. അതൃപ്തി, തൃപ്തിയല്ലാത്തൊരവസ്ഥ, അതുപോലും സുഖകരമല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ ആ ഒന്നിനെ നമ്മൾ ആദ്യമേ അംഗീകരിക്കുകയാണ്. യെസ്, മനുഷ്യന്റെ മനസ്സിന് അങ്ങനെ ഒരു അവസ്ഥയുണ്ട്, സുഖകരമല്ലാത്തൊരവസ്ഥയുണ്ട്, ദുഃഖം ആദ്യത്തെ സത്യമാണ്. രണ്ടാമത്തേത്, യെസ്, അതിനൊരു കാരണമുണ്ട്. അതെങ്ങനെയാണ് ബുദ്ധൻ അറിയുന്നത്? ഗൗതമ ബുദ്ധനാണ് നമ്മളോട് പറയുന്നത്. ഈ അരിയ സത്യങ്ങള് ബുദ്ധൻ പറഞ്ഞു കൊടുക്കുന്നത് ബോധഗയയിൽ നിന്ന് തിരിച്ച് സാരനാഥിൽ വന്ന് പഴയ കൂട്ടുകാരായിട്ടുള്ള 5 പേരെ കണ്ടിട്ട് അവരോടാണ് പറഞ്ഞു കൊടുക്കുന്നത്. യെസ്, ഞാൻ അതിന്റെ കാരണം കണ്ടെത്തി, ഞാൻ നിരീക്ഷിച്ചു, ഞാൻ എന്റെ ശരീരത്തിനെ മനസ്സിനെ നിരന്തരമായി നിരീക്ഷിച്ചപ്പോ എനിക്ക് അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായി. അതിനൊരു കാരണമുണ്ട്, വെറുതെ സംഭവിക്കുന്നില്ല. അപ്പൊ അതിനൊരു കാരണമുണ്ട്. അത് കൃത്യമായിട്ട് അദ്ദേഹം മനസ്സിലാക്കുന്നു. അവരോട് അത് പറയുന്നു, യെസ്, കാരണമുണ്ട്. രണ്ടാമത്തെ സത്യം. മൂന്നാമത്തെ സത്യമാണ്, ഇത് പരിഹരിക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ക്യാൻസർ എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഇപ്പൊ ചികിത്സ ഇതുവരെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല. റഷ്യ അടുത്തിടെ കണ്ടുപിടിച്ചു എന്ന് പറയപ്പെടുന്നു, പക്ഷെ ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടില്ല പൂർണ്ണമായിട്ട്. അപ്പൊ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കീമോതെറാപ്പിയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ ഒക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളതല്ലാതെ പൂർണ്ണമായ ഒരു പരിഹാരം ഉണ്ടെന്ന് ഇപ്പോഴും ഡോക്ടർമാർ പറയുന്ന അവസ്ഥയായിട്ടില്ല. അല്ലെങ്കിൽ ചില അപൂർവമായ ചില രോഗങ്ങളുണ്ട്, അവർ പറയും ചിലപ്പോൾ ഇതുവരെ ശാസ്ത്രത്തിൽ ഇതുവരെ ഇതിനൊരു മരുന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ അവർ പറയുന്നത് എന്താണ്? ഇതിന് പരിഹാരമില്ല, ഇതുമായിട്ട് നമ്മൾ മുമ്പോട്ടേക്ക് ജീവിക്കല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് പറയാറുണ്ട്. അതല്ല, പരിഹാരമുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ അവർ പറയും യെസ്, ഇതിന് പ്രോപ്പറായിട്ട് ചികിത്സയുണ്ട്, അത് നമുക്ക് ചെയ്താൽ മതി എന്ന് പറയും. പിന്നെയാണ് ആ ചികിത്സ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇതുപോലെ തന്നെ ബുദ്ധനും നമ്മളോട് പറയുന്നത് ഇതിന് പരിഹാരമുണ്ട്, ഇതിന് നമുക്ക് പരിഹരിക്കാം, മാറ്റാൻ പറ്റുന്ന പ്രശ്നമാണ്. അതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു പരിഹാരത്തിന് വേണ്ടിയുള്ള മാർഗം ഞാൻ ഫോർമുലേറ്റ് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ മൂന്നാമത്തെ സത്യം ഇതാണ്, പരിഹാരമുണ്ട്, ഇതിനെ പരിഹരിക്കാം. നാലാമത്, അതിനുള്ളൊരു മാർഗമുണ്ട്. ഇങ്ങനെയാണ് ഈ 4 അരിയ സത്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോ ചിലർ ബുദ്ധനെ പറ്റിയുള്ള ഒരു പരാതി പറയുന്നുണ്ട്, ബുദ്ധൻ ദുഃഖത്തെ പറ്റി അങ്ങ് അധികം സംസാരിച്ചു എന്ന് പറയാം. വിവേകാനന്ദനൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബുദ്ധനെ അവര് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, മനുഷ്യന് ദുഃഖമുണ്ട്, മനുഷ്യന് ജീവിതത്തിൽ സുഖവും ദുഃഖവും ഒക്കെ മാറി മാറി വരുന്നതാണ് എന്ന് പറഞ്ഞ് ദുഃഖത്തെ പറ്റി നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല, അതുമായിട്ട് അങ്ങ് ജീവിച്ചു പോയാൽ മതി എന്നാണ് വിവേകാനന്ദൻ പറയുന്നത്. അതിന്റെ അർത്ഥം, ദുഃഖത്തിന്റെ കാരണം അയാൾക്ക് മനസ്സിലായിട്ടില്ല, അത് പരിഹരിക്കാൻ പറ്റുന്നതാണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ല, അതിനെന്താണ് പരിഹാര മാർഗം എന്നുള്ളതും അയാൾക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ദുഃഖം മനുഷ്യന് വരുന്നതാണ്, അതുമായിട്ടും സഹിച്ചങ്ങ് ജീവിച്ചാൽ മതി എന്നാണ് പറയുന്നത്. പിന്നെ വേണമെങ്കിൽ പറയും ദൈവത്തെ വിളിച്ചാൽ മതി എന്ന് പറയും. ഇതല്ലാതെ അവർക്കൊരു പരിഹാരമില്ല. പക്ഷെ ഗൗതമ ബുദ്ധൻ പറഞ്ഞ എന്താണ്?
ദുഃഖമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ഡോക്ടറുടെ, ഒരു സയന്റിസ്റ്റിന്റെ അപ്രോച്ചിലാണ് അദ്ദേഹം പോകുന്നത്. പരിഹാരമുണ്ട്. പരിഹാരമുണ്ടെന്ന് പറയുമ്പോൾ ടോട്ടൽ പോസിറ്റീവാണ്. നമുക്ക് ഭയങ്കരമായ ഒരു എന്താ പറയാ, ഒരു ശുഭാപ്തി വിശ്വാസമാണ് നമുക്ക് തരുന്നത്. പോസിറ്റിവിറ്റിയാണ് തരുന്നത്. മറ്റവര് പറയുന്നത് നെഗറ്റിവിറ്റിയാണ്. ദുഃഖമുണ്ട്, ദുഃഖം മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്, അതുമായിട്ടങ്ങ് ജീവിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവാണ്. കാരണം അത് സീരിയസ് ആയിട്ട് അതിനെ കാണുന്നില്ല, അതിനെ അനലൈസ് ചെയ്യുന്നില്ല, വിശകലനം ചെയ്യുന്നില്ല, അതിന്റെ കാരണങ്ങൾ അവർ മനസ്സിലാക്കാൻ അവർ മെനക്കെടുന്നില്ല. ദൈവത്തെ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അതൊന്നും ഒരിക്കലും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല. പക്ഷെ മനുഷ്യന്റെ മനസ്സിനകത്ത് ദുഃഖം എന്ന് പറയുന്നത് എന്തുകൊണ്ടുണ്ടാകുന്നു, അതിന്റെ കാരണം എന്താണ്, അതിനെ പരിഹരിക്കാം, അതിന് മാർഗമുണ്ട് എന്ന് പറയുമ്പോൾ അത് തികച്ചും പോസിറ്റീവ് ആവുകയാണ്. അപ്പൊ ഇവര് പറഞ്ഞുകൊണ്ടിരുന്നത് ബുദ്ധൻ എപ്പോഴും ദുഃഖത്തെ പറ്റി പറയുന്നുണ്ട്, അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫിലോസഫിയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഒട്ടും ഓപ്റ്റിമിസ്റ്റിക് അല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യാശാവാഹമല്ല എന്ന രീതിയിലാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ അർത്ഥം ബുദ്ധൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് അവരത് വായിക്കുകയോ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുകയോ ബുദ്ധനെ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ അർത്ഥം. ബുദ്ധൻ എന്താ ചെയ്തത്? ആദ്യം ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുക, അത് അക്സെപ്റ്റ് ചെയ്യുക. പ്രശ്നമുണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെ പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുക. പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും പരിഹരിക്കാൻ ശ്രമിക്കത്തില്ല. ഫസ്റ്റ് ഒരു സാധനത്തിന്, ഒരു പ്രശ്നത്തിനെ, ഒന്നിനെ നമ്മൾ പരിഹരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് യെസ്, പ്രശ്നമുണ്ട് എന്ന് അംഗീകരിക്കലാണ്, അത് അക്സെപ്റ്റ് ചെയ്യലാണ്. അപ്പൊ മാത്രമാണ് എന്താണ് അതിന്റെ പരിഹാരം എന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ചോടാം. അതൊരു പ്രശ്നമല്ല എന്ന് പറയുന്നവർക്ക് അത് പരിഹരിക്കാൻ ഒരു മാർഗവും അവർക്ക് കിട്ടത്തില്ല. ആ സമയം ഗൗതമ ബുദ്ധനുമായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? പ്രശ്നമുണ്ട് എന്ന് ആദ്യം അക്സെപ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം അത് പരിഹരിക്കാമെന്ന് പറയുന്നു, അതിന് കാരണമുണ്ടെന്ന് പറയുന്നു, പരിഹരിക്കാമെന്ന് പറയുന്നു, പരിഹാരത്തിന് ഒരു മാർഗവും നിർദ്ദേശിച്ചു തരികയാണ്. അപ്പോ ഏതാണ് ശരിയായ ശുഭകരമായ ചിന്ത? ബൗദ്ധമാണോ അതോ വിവേകാനന്ദ മുമ്പോട്ട് വെക്കുന്ന ആ ചിന്തയാണോ? നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും, അവരുടെ ചിന്തയല്ല ശുഭകരമായിട്ടുള്ളത്. ബുദ്ധന്റെ ദർശനങ്ങൾ തന്നെയാണ് പൂർണ്ണമായും ശുഭകരമായിട്ടുള്ളത്. അപ്പൊ ഈ 4 സത്യങ്ങൾ, ദുഃഖം, ദുഃഖത്തിന്റെ കാരണം, അതിന്റെ പരിഹാരം, അതിനുള്ള മാർഗം, ഈ 4 കാര്യങ്ങളാണ് അരിയ സത്യങ്ങൾ അല്ലെങ്കിൽ ശ്രേഷ്ഠപരമായ സത്യങ്ങൾ എന്ന് പറയുന്നത്. സത്യം എന്ന് പറയുന്ന വാക്ക് സത്തിനെ ആശ്രയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സച്ച, നമ്മുടെ സത്തിനെ ആശ്രയിക്കും, നമ്മുടെ ശരിയായ പ്രകൃതത്തെ. ആ സത്യം എന്നുള്ള വാക്കിന് പോലും റൂട്ട് പാലിയില് പ്രകൃതം എന്നുള്ള വാക്കിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ സ്വഭാവം, അതിനെ ധമ്മ എന്നും പറയും. നമ്മുടെ യഥാർത്ഥ ട്രൂ നേച്ചർ, നമ്മുടെ യഥാർത്ഥ ധമ്മ എന്താണ് ധമ്മം? പലരും ചോദിച്ചാൽ ധമ്മം എന്ന് പറയുമ്പോൾ ബുദ്ധന്റെ ശാസനങ്ങളാണ് ധമ്മം എന്ന് പറയാറുണ്ട്. അതല്ല അതിന്റെ ശരിയായ ക്ലിയർ ആയിട്ടുള്ള അർത്ഥം. ബുദ്ധൻ എന്താണ് ശാസിച്ചത് അല്ലെങ്കിൽ എന്താണ് പഠിപ്പിച്ചത്? നമ്മുടെ ശരിയായ പ്രകൃതം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള മാർഗമാണ് നമ്മളോട് പഠിപ്പിച്ചത്. അതിനകത്ത് ബുദ്ധൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് നമ്മുടെ പ്രകൃതത്തെ പറ്റി യഥാർത്ഥ അറിവില്ലാത്തതാണ് നമ്മുടെ ദുഃഖത്തിന്റെ കാരണം. നമ്മുടെ പ്രകൃതത്തെ പറ്റി, നമ്മളെ പറ്റി ശരിയായ, നമ്മുടെ മനസ്സും ശരീരവും എങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാമെങ്കിൽ നമുക്കിതുപോലെ ദുഃഖം ഉണ്ടാവില്ല. നമ്മൾ തെറ്റായ രീതിയിലാണ് നമ്മളെ പറ്റി നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ ശരിയായ രീതിയിലുള്ള നമ്മുടെ പ്രകൃതം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നിരീക്ഷിച്ച് പഠിക്കണം. നിരീക്ഷണമാണ്, ഒബ്സർവേഷനാണ്. നമ്മളെ ഒബ്സർവ് ചെയ്ത് പഠിക്കുമ്പോൾ മാത്രമാണ്, ഇങ്ങനെയാണ് ഞാൻ, ഇങ്ങനെയാണ് എന്റെ മനസ്സ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയാണ് എന്റെ ശരീരം വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയാണ് എന്റെ മനസ്സിനകത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ എന്റെ ശരീരത്തിനെ ബാധിക്കുന്നത്. തിരിച്ച് എന്റെ ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ ഇങ്ങനെയാണ് എന്റെ മനസ്സിനെ ബാധിക്കുന്നത്. മനസ്സും ശരീരവും എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ നോക്കണം. പുറത്തോട്ട് നോക്കിയാൽ കിട്ടത്തില്ല, നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം. അപ്പൊ അത് നോക്കേണ്ട ഒരു രീതിയുണ്ട്. എന്തിനേക്കാണ് നമ്മൾ നോക്കേണ്ടത്? എവിടേക്കാണ് നമ്മൾ നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കേണ്ടത്? എങ്ങനെ നോക്കിയാലാണ് ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ, മനസ്സും ശരീരം തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നത്?
ഇതൊക്കെയാണ് അഷ്ടാംഗ മാർഗത്തിനകത്തൂടെ അദ്ദേഹം കൃത്യമായി പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ അഷ്ടാംഗ മാർഗം എന്ന് പറയുന്നത് നമ്മൾ ഒന്നും അറിയാത്ത ഒരു വ്യക്തിയിൽ തുടങ്ങി നമ്മളെപ്പറ്റി പൂർണ്ണമായ അറിവുള്ള ഒരു വ്യക്തിയാക്കി നമ്മളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചിട്ടയായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പാഠ്യ പദ്ധതിയാണ്, ഒരു പ്രാക്ടീസ് പദ്ധതിയാണ്. അല്ലാതെ ഏതെങ്കിലും വായനക്കാർ പറയുന്നത് പോലെ പല പല അർത്ഥം കൊടുത്തത് ഏതെങ്കിലുമൊക്കെ 8 കാര്യങ്ങളുണ്ടായി 8 കാര്യങ്ങൾ ജീവിതത്തിൽ എപ്പോഴേലും പ്രാവർത്തികമാക്കി, അങ്ങനെ അല്ല ഇതിനർത്ഥം. ഇത് അറിവില്ലായ്മ, അതായത് നമ്മളെ പറ്റിയുള്ള അറിവില്ലായ്മയിൽ നിന്ന് നമ്മളെപ്പറ്റി പൂർണ്ണമായും അറിവുള്ള, നമ്മളെപ്പറ്റി ഒരു ഉൾക്കാഴ്ചയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുന്നത് വരെയുള്ള ചിട്ടയായിട്ടുള്ള സ്റ്റെപ്പ്, അതായത് ഒന്ന് കഴിഞ്ഞ് അടുത്തത്, അടുത്തത് കഴിഞ്ഞ് അടുത്തത്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പാഠ്യപദ്ധതിയാണ്, നിരീക്ഷണ പഠന പദ്ധതിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിനെ അദ്ദേഹം ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ മനസ്സ് സാധാരണഗതിയിൽ എപ്പോഴും നമ്മുടെ അറ്റൻഷൻ പുറത്തേക്കാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ചുറ്റുമുള്ള ലോകവുമായി നമ്മൾ കണക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? 5 ഇന്ദ്രിയങ്ങളും പുറത്തേക്കാണ് തുറന്നിരിക്കുന്നത്. കണ്ണ് പുറത്തേക്കാണ് തുറന്നിരിക്കുന്നത്, ചെവി പുറത്തേക്കാണ് തുറന്നിരിക്കുന്നത്, മൂക്ക് പുറത്തേക്കാണ് തുറന്നിരിക്കുന്നത്, നാവ്, പിന്നെ നമ്മുടെ ത്വക്ക്. ഇതാണ് 5 പ്രധാനപ്പെട്ട ഫിസിക്കൽ ഇന്ദ്രിയങ്ങൾ. പിന്നുള്ളതൊന്നും നമ്മുടെ ചിന്തയാണ്. അപ്പൊ ഇങ്ങനെ ഈ 6 ചിന്തയിൽ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഓർക്കാനും ഇമാജിൻ ചെയ്യാനും പറ്റും, സങ്കല്പിച്ച് നമുക്ക് മനസ്സിൽ കാണാനും പറ്റും. നമുക്ക് ശബ്ദങ്ങളുള്ളിൽ നമുക്ക് സങ്കല്പിച്ച് കേൾക്കാൻ പറ്റും, കാഴ്ചകളുള്ളിൽ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് മണങ്ങൾ പോലും നമുക്ക് ഉള്ളിൽ നമുക്ക് മണക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് മനസ്സ് രണ്ടാമത് ഇതിനൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ, രണ്ടാമത് പുനഃസൃഷ്ടിച്ചെടുക്കാനായിട്ട് മനസ്സിനൊരു കഴിവുണ്ട്, ചിന്തയ്ക്കൊരു കഴിവുണ്ട്. അപ്പൊ ഇനി 6 രീതിയിലാണ് നമ്മളുടെ പുറം ലോകവുമായിട്ടുള്ള നമ്മുടെ ഇന്ററാക്ഷൻ, നമ്മുടെ കണക്ഷൻ വരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ അതില് ഈ ഓരോ സെൻസ് ഡോറുകൾ അല്ലെങ്കിൽ സെൻസ് ദ്വാരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയ ദ്വാരങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയ വാതിലുകൾ പുറത്തേക്ക് തുറന്നിരിക്കുകയാണ്, നമ്മൾ അതുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇതിൽ ബോധം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളൊരു കാര്യത്തിൽ കണ്ടുകൊണ്ട് അതിനകത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കാര്യം മറ്റൊന്നും കേൾക്കുകയില്ല, മറ്റൊരു മണം അറിയത്തില്ല, മറ്റാരും തൊട്ടാലും തോണ്ടിയാലും അറിയത്തില്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ബോധം പൂർണ്ണമായിട്ടും കാഴ്ച എന്ന് പറയുന്ന വാതിലിൽ മാത്രമാണ്, അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അത് കാഴ്ചയുടെ ഇന്ദ്രിയ ബോധമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. തിരിച്ച് നമ്മളൊരു കാര്യം, ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ നമ്മുടെ മുമ്പിൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാളുമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, മുമ്പിലുള്ള ആൾ നമ്മുടെ മുമ്പിൽ കിടന്ന് എന്ത് കൈയും കലാശവും കാണിച്ചാൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല, കാരണം നമ്മുടെ ശ്രദ്ധ കേൾവിയിലാണ്. ബോധം, അപ്പൊ കേൾവി ബോധമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇന്ദ്രിയ ബോധം അവിടുത്തെ ഏതാണ്? കേൾവിയുടെ ബോധമാണ്. ആ ഇന്ദ്രിയ ബോധമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ നല്ലൊരു മണമാണ് നിൽക്കുന്നെങ്കിൽ നമ്മൾ മറ്റെല്ലാ ഇന്ദ്രിയങ്ങളും കട്ടാവും, മണം മാത്രമായിട്ട് ആക്റ്റീവ് ആവും. അതുപോലെ നമ്മുടെ ടേസ്റ്റിലാണ് നമ്മളുടെ ബോധം കറക്റ്റ് ആയിട്ട് ലോക്ക് ആയിരിക്കുന്നതെങ്കിൽ മറ്റെല്ലാ ഇന്ദ്രിയങ്ങളും കട്ടാകും, ടേസ്റ്റിൽ മാത്രമായിരിക്കും നമ്മുടെ ബോധം നിൽക്കുന്നത്. അപ്പൊ ഇന്ദ്രിയ ബോധങ്ങൾ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ചിന്തയിലാണെങ്കിൽ ആ ചിന്തയിലേക്ക് മാത്രമായിരിക്കും നമ്മളുടെ ചിന്ത, ബാക്കിയൊന്നും നമ്മൾ അറിയത്തില്ല. അപ്പൊ ഏത് ഇന്ദ്രിയമായിട്ടാണ് ലോക്ക് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് ഇന്ദ്രിയവുമായിട്ടാണ് കണക്ട് ആയിരിക്കുന്നത് അതുമായിട്ട്, അല്ലെങ്കിൽ ഭസ്സ അല്ലെങ്കിൽ സ്പർശിച്ചിരിക്കുന്നത്, ഭസ്സ എന്ന് പറയുന്ന വാക്ക് പാലി വാക്കാണ്. അപ്പൊ ഏതുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ആ ബോധമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ജീവിതം നമ്മൾ എപ്പോഴും ജീവിക്കുന്നത്. നമ്മുടെ ഏതെങ്കിലും ഒരു ഇന്ദ്രിയവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, ഒന്നുകിൽ ചിന്തയായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട്. അപ്പൊ അങ്ങനെ പുറത്തുള്ള ലോകവുമായിട്ട് നമ്മൾ എപ്പോഴും നിരന്തരം സമ്പർക്കത്തിൽ നിൽക്കുകയാണ്. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്? ആ പുറത്തുള്ള ലോകത്തിൽ നിന്ന് നമ്മുടെ അറ്റൻഷനെ നമുക്ക് ഒന്ന് പിൻവലിക്കണം, നമ്മുടെ ശരീരത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ ശരീരത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിലെ ഏതെങ്കിലും ഒരു പ്രക്രിയയെ നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ടൊരു പ്രക്രിയ വേണം. അതിനെ വേണം നമുക്ക് ആലംബമാക്കാൻ, ആധാരം. അതായത് എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സ് മറ്റെന്തെങ്കിലേക്കും പോയാലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ, പിടിച്ചു കെട്ടാൻ ഒരു കുറ്റി വേണം.
അപ്പൊ അതിലേക്ക് നമ്മൾ ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പം 3 കാര്യങ്ങളാണ് നമുക്ക് അവിടെ വേണ്ടത്. ഒന്ന്, നമ്മുടെ അറ്റൻഷൻ നമ്മുടെ ശരീരത്തേക്ക് കൊണ്ടുവരണം. നമ്മുടെ അറ്റൻഷനെ നമുക്ക് ഷാർപ്പാക്കണം. അതായത് നമുക്കിപ്പോ ഉള്ളിലേക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമുക്ക് ഉള്ളിലേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈക്രോസ്കോപ്പ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാറുണ്ട്. ഫോക്കസ് ചെയ്താൽ മാത്രമാണ് ഷാർപ്പായിട്ട് നമ്മുടെ കാഴ്ച കിട്ടുകയുള്ളൂ. എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ അറ്റൻഷനെ നമുക്ക് ഫോക്കസ് ചെയ്യണം, നമ്മുടെ കോൺസെൻട്രേഷനെ ഫോക്കസ് ചെയ്യണം. ആ ഫോക്കസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ബോധമനസ്സ് പറയുന്നത് എപ്പോഴും ഈ പ്രപഞ്ച എക്സ്റ്റേണൽ വേൾഡുമായിട്ട്, ഔട്ട്സൈഡ് വേൾഡുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആണ്. അപ്പൊ ആ ബോധമനസ്സിന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് ഒന്ന് ഒതുക്കണം, ഒന്ന് അടക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങി നമ്മുടെ ഉള്ളിലെ നിരീക്ഷണം നമുക്ക് ചെയ്യാൻ സാധിക്കൂ. നമുക്ക് വേണ്ടത് ഉൾക്കാഴ്ചയാണ്. ആ ഉൾക്കാഴ്ചയ്ക്ക് പ്രപഞ്ചമായിട്ട് എപ്പോഴും നമ്മുടെ ഔട്ട്സൈഡ് വേൾഡുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്ത് നിന്നാൽ നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങാനോ നോക്കാനോ നമുക്ക് സാധിക്കില്ല. അപ്പൊ നമുക്ക് ആ പ്രക്രിയകളെല്ലാം നമുക്ക് ഒന്ന് അടക്കി അല്ലെങ്കിൽ അതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് നമുക്ക് നോക്കാൻ. അപ്പൊ ആ ഒരു 3 കാര്യങ്ങൾ നമുക്ക് ഇവിടെ നമുക്ക് നേടേണ്ടതായിട്ടുണ്ട്. ആ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആധാരമാക്കുന്നത് നമ്മുടെ ശ്വാസം എന്ന് പറയുന്ന പ്രക്രിയയാണ്. കാരണം ശ്വാസം നമുക്ക് എപ്പോഴും നമ്മൾ ജനിക്കുന്ന തൊട്ട് മരിക്കുന്നിടം വരെ നമുക്ക് ഈ ശ്വാസം എന്ന് പറയുന്ന ഒരു പ്രക്രിയ, നിരന്തര പ്രക്രിയയാണ്. ശ്വാസം പ്രസന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കൊരു ശ്വാസത്തെ ശ്രദ്ധിക്കാൻ വേണ്ടി നമുക്ക് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ്, പ്രസന്റിൽ നടക്കുന്നതാണ്. അഥവാ മനസ്സ് ആബ്സെന്റ് മൈൻഡഡ് ആയി പോയാലും നമുക്ക് തിരിച്ച് പ്രസന്റിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലത് ശ്വാസമാണ്. ശ്വാസത്തെ ശ്രദ്ധിച്ചാൽ ഒരിക്കലും നമുക്ക് ദുഃഖമോ സുഖമോ പ്രത്യേക എന്തെങ്കിലും ഒരു വികാരം ഉണ്ടാകില്ല. അപ്പൊ വളരെ ന്യൂട്രലാണ്. അപ്പൊ മനസ്സിനെ സമമായ അവസ്ഥയിൽ, പ്രത്യേക ഒരു വികാരങ്ങളും ഇല്ലാത്ത രീതിയിൽ സമമായ അവസ്ഥയിൽ, മനസ്സിന് പ്രത്യേകിച്ച് ചാട്ടങ്ങളൊന്നും ഇല്ലാതെ സമമായ ഒരു അവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുവരാനായിട്ട് ഏറ്റവും എളുപ്പമായിട്ട് ഉപകരിക്കുന്നത് ശ്വാസമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോക്കസ് കൂടിക്കൂടി വരുമ്പോൾ, മനസ്സ് ശാന്തമായി വരുമ്പം ശ്വാസോച്ഛ്വാസത്തിന്റെ ഗതി വളരെ വളരെ മന്ദമാകും. അതുപോലെ തന്നെ മനസ്സിനകത്ത് അസ്വസ്ഥതകൾ വരുമ്പോൾ ശ്വാസോച്ഛ്വാസത്തിൽ അത് പ്രകടമാകുകയും ചെയ്യും. ഹാപ്പി ആയാലും എക്സൈറ്റഡ് ആയാലും സാഡ് ആയാലും ഒക്കെ, പേടിക്കുന്ന സമയത്തായാലും ഉത്കണ്ഠ വരുന്ന സമയത്തായാലും ഒക്കെ ശ്വാസത്തിന്റെ ഗതിയിൽ മാറ്റം വരും. അപ്പൊ മനസ്സിന്റെ ഒരു ഡയറക്റ്റ് റിഫ്ലക്ഷൻ ആണ് ശ്വാസത്തിൽ ഉണ്ടാവുന്നത്. മനസ്സിനകത്ത് എന്ത് മാറ്റങ്ങൾ വരുന്നോ അതൊക്കെ ശ്വാസത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ നമുക്ക് വേണ്ടുന്നത്, നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് വികാരങ്ങൾ ഉണ്ടാവുന്നത്, ഇമോഷൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അത് പഠിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആദ്യ പടി എന്ന രീതിയിൽ നമ്മൾ ശ്വാസത്തിനെ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ അറ്റൻഷൻ പുറത്തുനിന്ന് നമ്മൾ വിഡ്രോ ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു. ഒന്ന്. രണ്ടാമത്, അതിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു, ഷാർപ്പൻ ചെയ്യുന്നു. ഒത്തിരി വലിയൊരു ഏരിയയിലല്ല നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ അറ്റൻഷൻ ചെറിയൊരു ഷാർപ്പൻ ഏരിയയിൽ, ഒരു ചെറിയ ഏരിയയിലേക്ക് നമ്മൾ ആദ്യം കൊണ്ടുവരുന്നു. അതിനുശേഷം അപ്പോൾ തന്നെ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, അനാവശ്യമായിട്ടുള്ള കോൺഷ്യസ് മൈൻഡിന്റെ അല്ലെങ്കിൽ ബോധമനസ്സിന്റെ ഈ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിലുള്ള ആ ചിന്തകളും ആ പറയുന്ന പ്രവർത്തനങ്ങളും, മനസ്സിന്റെ പ്രവർത്തനങ്ങളും ഒന്ന് അടങ്ങും തനിയെ. അതിൽ നമ്മൾ വിഡ്രോ ചെയ്യും. എന്നിട്ട് നമ്മുടെ മനസ്സ് അടുത്ത ലെവലിലേക്ക്, അതായത് സബ് കോൺഷ്യസിലേക്ക് ഇറങ്ങും തന്നെ. കോൺഷ്യസ് ആക്ടിവിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ മനസ്സിന്റെ അടുത്ത ഓപ്ഷൻ അതിന്റെ താഴെയുള്ള സബ് കോൺഷ്യസിലേക്ക് തനിയെ ഇറങ്ങുക എന്നുള്ളതാണ്. അത് തനിയെ ഇറങ്ങും. കോൺഷ്യസ് ആക്ടിവിറ്റിയെ കുറച്ചാൽ മാത്രം മതി. കോൺഷ്യസ് ആക്ടിവിറ്റിയെ കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സബ് കോൺഷ്യസിലേക്ക് മനസ്സ് ഇറങ്ങിക്കോളും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് തയ്യാറെടുക്കുകയാണ്. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ഉള്ളിലേക്കുള്ള നിരീക്ഷണങ്ങൾ നമ്മൾ തുടങ്ങാനായിട്ട്. അപ്പൊ ആദ്യം നമ്മുടെ ഫോക്കസ് നമുക്കൊന്ന് റെഡിയാക്കുക എന്ന് പറയുന്നതാണ്. അപ്പൊ ഇതിന് മുന്നോടിയായിട്ട് നമ്മൾ അഷ്ടാംഗമാർഗം ആദ്യം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ശീലങ്ങൾ അവസ്ഥ, അതായത് നമ്മൾ
ഇതിനൊക്കെ വേണ്ടി ഇരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടിയ നമ്മളെ മുൻകരുതലുകൾ. അതായത് നമുക്ക് മനസ്സിനകത്ത് അസ്വസ്ഥതകൾ വരുത്താൻ ഇടയാക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് വന്നിട്ട് പെട്ടെന്ന് വന്ന് ഇതിനകത്തോട്ട് ഇരിക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിന് പിന്നെ നമ്മളെ അലട്ടാൻ എന്തെങ്കിലും ബാക്കി കിടക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പഞ്ചശീല തത്വങ്ങൾ നമ്മൾ ആദ്യമേ ഈ അഷ്ടാംഗ മാർഗത്തിലേക്ക് നമ്മൾ കയറുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം പഞ്ചശീല തത്വങ്ങൾ നമ്മളുടെ ആ ഒരു പ്രിപ്പറേഷന് മുന്നോടിയായിട്ട് നമ്മൾ പാലിച്ചിരിക്കണം എന്ന് പറയുന്നു. അഥവാ നേരത്തെ ഏതെങ്കിലും പലതരത്തിൽ നമ്മളതിനെ ഖണ്ഡിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പഞ്ചശീല തത്വങ്ങളെ നമ്മൾ വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതിലേക്ക് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പഞ്ചശീല തത്വങ്ങൾ നമ്മൾ ആദ്യമേ നമ്മുടെ മനസ്സിനെ ഒന്ന് നമ്മളിപ്പോ ഒരു പഠനത്തിന് വേണ്ടി, ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കുമ്പോൾ പോലും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള കാര്യങ്ങളെ നമ്മൾ മാറ്റിവെക്കും. എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഒരു പഠനത്തിന് വേണ്ടി പോവുകയാണ്. അപ്പൊ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ആദ്യമേ മാറ്റിവെക്കും. ആരെയുണ്ടെങ്കിലും കള്ളം നുണ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാവത്തില്ല. നമ്മുടെ മനസ്സ് എപ്പോഴും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. ഏതിനെങ്കിലും കൊന്നിട്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ കൊല്ലാനായിട്ടുള്ള ഇതും കൊണ്ട് താല്പര്യം കൊണ്ട് വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടാണ് വന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരുടെ സാധനം നമ്മുടേതല്ലാത്തൊരു സാധനം നമ്മൾ കരസ്ഥമാക്കിയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇരുന്നാലും നമുക്ക് ഇരിപ്പുറക്കത്തില്ല. അതുപോലെ ഏതെങ്കിലും ഒരു ലൈംഗികമായ ഒരു കുറ്റകൃത്യം, അസന്മാർഗികമായ ഒരു കാര്യം ചെയ്തിട്ട് വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ മനസ്സ് ഒരിക്കലും ഇവിടെ നിൽക്കത്തില്ല. ഇനി ഇതിന് പകരം നമ്മൾ എന്തെങ്കിലും മയക്കുമരുന്നോ കഴിച്ചിട്ട് ഇതിനകത്ത് വന്നിരുന്നാലും നമുക്ക് ഇതിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ 5 കാര്യങ്ങളും പഞ്ചശീലങ്ങളും നമ്മൾ ആദ്യമേ ഒന്ന് ചെയ്തിട്ട് വേണം നമ്മൾ സീരിയസ് ആയിട്ട് വന്ന് ഇതിനകത്തോട്ട് ഇരിക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ പറയുന്ന മനസ്സിനൊന്ന് ഫോക്കസ് ചെയ്യാനും നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനും നമ്മളെ നിരീക്ഷിക്കാനും ഒക്കെ ഉള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ അരിയ സത്യങ്ങളും അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ടോക്ക്. ഇനി നമുക്ക് നേരിട്ട് നമ്മുടെ ഈ പറയുന്ന ധ്യാന പ്രക്രിയയിലേക്ക് നമുക്ക് കടക്കാം.